അനധികൃത ഏലം ലേലത്തിനെതിരെ വീണ്ടും സ്പൈസസ് ബോർഡ് രംഗത്ത്. തമിഴ്നാട്ടിലെ ഉൾപ്പെടെ നിയമവിരുദ്ധമായി ഏലം ലേലം നടത്തുകയും കർഷകർക്ക് പണം ലഭിക്കാതെ കബളിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സ്പൈസസ് ബോർഡ് കർഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. തമിഴ്നാട്ടിലെ അനധികൃത ലേലത്തിനെതിരെ തേനി പോലീസിൽ സ്പൈസസ് ബോർഡ് പരാതി നൽകി. 1987 ഏലം ചട്ടങ്ങൾ, 1986 സ്പൈസസ് ബോർഡ് ആക്ട് എന്നിവ അനുസരിച്ച് ബോർഡിന്റെ അനുമതിയോടെ മാത്രമേ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഏലം ലേലം നടത്തുവാൻ സാധിക്കൂ. കേരളത്തിലെ പുറ്റടിയിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലുമുള്ള ലേലകേന്ദ്രങ്ങൾ വഴിയാണ് ബോർഡ് ലേലം നടത്തുന്നത്. ഈ രണ്ട് ലേലകേന്ദ്രങ്ങളിലും ലേലത്തിൽ പങ്കെടുക്കാൻ 16 കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏലം കച്ചവടത്തിന്റെ മറവിൽ തമിഴ്നാട്ടിൽ ചില വ്യക്തികൾ അനധികൃത ലേലം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്പൈസസ് ബോർഡിന് തെളിവ് സഹിതം പരാതി ലഭിച്ചിരുന്നു. ഇതിനെതിരെ തേനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാങ്ക് ഗ്യാരണ്ടി ലഭിച്ചതിന് ശേഷമാണ് ബോർഡ് ലേല കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നത്. ഏതെങ്കിലും കർഷകന് കൃത്യസമയത്ത് ലേലത്തിന് വെച്ച ഏലക്കയുടെ പണം ലഭിച്ചില്ലെങ്കിൽ ബോർഡ് ഇടപെട്ട് പണം ലഭിക്കുന്നത് ഉറപ്പാക്കാൻ കഴിയും. എന്നാൽ അനധികൃത ലേലത്തിന്റെ കാര്യത്തിൽ കർഷകർക്ക് പണം നൽകുന്നത് ഉറപ്പാക്കാൻ ബോർഡിന് ഉത്തരവാദിത്തമില്ല. സാധാരണയായി ലൈസൻസ് ഉള്ള ലേല കമ്പനികൾ 10 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് പണം നൽകും. എന്നാൽ അനധികൃതമായി ലേലം നടത്തുന്ന കമ്പനികൾ കർഷകർക്ക് പണം നൽകുന്നതിന് 40 ദിവസം വരെ സമയമെടുക്കുന്നു. ഏലക്ക വില 3000 കടന്ന സാഹചര്യത്തിൽ കർഷകർ കബളിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. അനധികൃത ഏലം ലേലവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ നിയമോപദേശം തേടാനാണ് സ്പൈസസ് ബോർഡിന്റെ തീരുമാനം. അംഗീകൃത ലേല കമ്പനികളെക്കുറിച്ചും ലേല ഷെഡ്യൂളുകളെക്കുറിച്ചും അറിയുവാൻ സ്പൈസസ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.